silver chloride and barium sulfate. Barium sulfate. അപ്പോൾ നമുക്കറിയാം സിൽവർ ക്ലോറൈഡ് യൂഷ്വലി മാനുഫാക്ചർ എങ്ങനെയാണെന്ന് അറിയാമോ? സിൽവർ നൈട്രേറ്റും ഡൈല്യൂട്ട് HCl-ന്റെയും പ്രസൻസിലാണ്. അതായത് ഇപ്പം സിൽവർ ക്ലോറൈഡ് എന്താണ്, അല്ല സോറി എന്താണ് അത് എഴുതിക്കും. സിൽവർ ക്ലോറൈഡ് ഈസ് പ്രിപ്പയർഡ് സിൽവർ ക്ലോറൈഡ് is prepared by the reaction of aqueous silver nitrate with dilute HCl. റിയാക്ഷൻ എന്നത് AgNO3 പ്ലസ് HCl. നമുക്കറിയാലോ ഇതിനകത്ത് ഏതൊക്കെ അയോണാ? Ag പ്ലസും NO3 1 മൈനസ് അയോണാണ് അല്ലേ? പ്ലസ് ഇവിടെ ഏതൊക്കെ അയോണാ? ഇവിടെ H പ്ലസും Cl മൈനസും അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്താവും? AgCl പ്ലസ് എത്രയാ? HNO3 ആണല്ലോ. ഇതേപോലെ തന്നെയാണ് barium sulfate is prepared. അതും കൂടെ എഴുതിയോ. barium sulfate ഇതിനകത്ത് precipitate ആണ്. precipitate നമുക്ക് താഴോട്ട് ഒരു ആരോ ഉണ്ട്. barium sulfate is prepared by the reaction of aqueous barium chloride with dilute sulfuric acid ഇത് AgCl എന്ന് പറയുമ്പോഴത്തേക്കും ഇത് precipitate ആണെന്നുള്ളത് PPT ആണെന്നുള്ളത് മാർക്ക് ചെയ്തേക്കണം കേട്ടോ. PPT ഉണ്ടാകുന്ന റിയാക്ഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബേരിയം സൾഫേറ്റിനെ ഉണ്ടാക്കുന്നത് ബേരിയം ക്ലോറൈഡ് BaCl2 അതേപോലെ H2SO4 കൂടെ ചേർന്നാൽ സാറേ ഈ അലൂമിനിയം ക്ലോറൈഡ് അല്ലേ PPT? അലൂമിനിയം ക്ലോറൈഡ് അതല്ലേ PPT? AgCl സിൽവർ ക്ലോറൈഡ്. സോറി തെറ്റിപ്പോയി. നമ്മുടെ സിൽവർ എന്നല്ലേ എഴുതിയേ? ഓക്കെ, ഇവിടെ Ba2 പ്ലസ് ഇവിടെ Cl1 മൈനസ് അതേപോലെ ഇവിടെ H പ്ലസും ഇവിടെ SO4 മൈനസും അല്ലേ? ഈ Ba2 പ്ലസും SO4 മൈനസും കമ്പൈൻ ചെയ്തിട്ട് BaSO4 ഉണ്ടാവും. ഇതും എന്താണ്? precipitate ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് precipitate PP കേട്ടോ. പ്ലസ് എന്താ ബാക്കി എന്താ വരും? HCl. എന്നിട്ട് കാർബണേറ്റ്സ് ഒന്ന് എഴുതി കൊടുക്കുക. കാർബണേറ്റ്സും സോൾട്ട് തന്നെയാണ് അല്ലേ? ഇനി എഴുതുക മോസ്റ്റ് ഓഫ് ദി carbonates are insoluble. They can be prepared by boiling that metal salt with sodium carbonate solution. Sodium carbonate solution in water. It is the carbonate ions of sodium get attached to the other metal
by leaving sodium ion in solution. Thus metal carbonate precipitate R precipitate. ഇത് എന്താ നമ്മുടെ ഈ വേർഡിങ്സ് ഒന്നാണോ പഠിക്കുന്നത്? എന്താ ആ റിയാക്ഷൻ മാത്രം മനസ്സിലാക്കിയാൽ ഇത് എന്താന്നുള്ള കാര്യം എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ആ റിയാക്ഷൻ മാത്രം പഠിച്ചാൽ എങ്ങനെയാ വരുന്നതെന്ന്. അതായത് ZnSO4 ഒരു സോൾട്ട് നമ്മുടെ സോഡിയം കാർബണേറ്റുമായിട്ട് Na2CO3 നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പൊ എന്താ അവിടെ Na2SO4 പ്ലസ് എത്രയാ ZnCO3 ആണ്. ZnCO3 precipitate. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ സോൾട്ട് സിങ്ക് സൾഫേറ്റ് അതുമായിട്ട് സോഡിയം കാർബണേറ്റ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സോഡിയം കാർബണേറ്റിനകത്തെ കാർബണേറ്റ് അയോൺ പോയിട്ട് ആ മറ്റേ സോൾട്ടിനകത്തെ പോസിറ്റീവ് അയോണായിട്ട് ചെന്ന് ചേർന്നിട്ട് വേറൊരു കാർബണേറ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന കാർബണേറ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് പ്രസിപ്പിറ്റേറ്റ് അല്ല, പക്ഷെ ഇത് കാർബണേറ്റ്, ഇതൊരു സോൾട്ടും. പക്ഷെ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഈ ZnCO3 എന്ന് പറയുന്നത് കാർബണേറ്റും ആണ്, സോൾട്ടും ആണ്, പ്രസിപ്പിറ്റേറ്റ് ഫോമിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഒരെണ്ണം കൂടെ എഴുതിയോ. BaCl2 പ്ലസ് Na2CO3 അവിടെയും Ba2 പ്ലസും CO3 ചേർത്ത് BaCO3 ഉണ്ടാവും. ഇതും പ്രസിപ്പിറ്റേറ്റ് പ്ലസ് എന്താ ബാക്കി എന്താ NaCl. ഞാൻ ബാലൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ബാലൻസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ബാലൻസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിർബന്ധമില്ല ബാലൻസ് ചെയ്യണമെന്ന്. ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. An insoluble salt can also be obtained from another insoluble salt by double decomposition. അതായത് നോക്കിയോ, നമ്മള് ആദ്യം ലെഡ് ഓക്സൈഡിനെ PbO HNO3 ഉപയോഗിച്ചിട്ട് നോക്കിക്കോണേ. HNO3 ഉപയോഗിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? PbO. ഇത് ലെഡ് ഓക്സൈഡാണ്. ഓക്കെ, നമുക്കിപ്പോ എന്താ പറയുന്നത്, നമുക്ക് ഇൻസോൾബിൾ ആയിട്ടുള്ള ലെഡ് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ PbSO4. ഇതിനെ നമുക്ക് ഉണ്ടാക്കി ഇൻസോൾബിൾ ആയിട്ടുള്ള PbSO4 നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് PbOയും HNO3 കൂടെ റിയാക്ട് ചെയ്യാം. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഇതിനകത്ത് Pb2 പ്ലസും ഇത് O2 മൈനസും ആണ്, ഇത് H പ്ലസും NO3 1 മൈനസും ആണ്. ഇത് തമ്മിൽ ചേർന്നിട്ട് എന്തുണ്ടാവും? PbNO3 ട്വൈസ് പ്ലസ് എത്രയാ? H2O ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് അറിയാമോ? അടുത്ത സ്റ്റെപ്പില് ഈ ഉണ്ടായ PbNO3 നമ്മൾ H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇത് നമുക്ക് രണ്ടിൽ നിന്നും ഉണ്ടാക്കാം. അതായത് ഇപ്പം ഇത് നോക്കി, ഈ PbOയിൽ നിന്നും PbNO3 ഉണ്ടാക്കാം. അതേപോലെ തന്നെ PbCO3യിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? PbNO3യും HNO3 ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകും. PbNO3
NO3 ട്വൈസ് പ്ലസ് എത്രയാ ഇവിടെ H2O പ്ലസ് CO2 ഒക്കെ ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നോക്കിയോ, രണ്ട് ഇതിന് നമ്മൾ PbNO3 ഉണ്ടാക്കി. നമുക്ക് ആൻസർ ആയില്ല. നമുക്ക് എന്താ വേണ്ടത്? ഇൻസോലുബിൾ ആയിട്ടുള്ള ലെഡ് സൾഫേറ്റ് ആണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ PbNO3 ട്വൈസിനെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? H2SO4 ഇച്ചിരി ആസിഡ് കൂടി വെക്കും. ഇപ്പൊ എന്തുണ്ടാവും? ഈ PbSO4 ആയിട്ട് ചേർന്ന് PbSO4 ഉണ്ടാവും. മറ്റേ എന്തുണ്ടാവും? എന്തുണ്ടാവും? HNO3 ഉണ്ടാവും കേട്ടോ. H പിന്നെ NO3 കൂടെ ചേർന്ന്. ഇനി ഈ റിയാക്ഷൻ നടത്തിയിട്ടുണ്ടാക്കിയാലോ, അല്ലെങ്കിൽ വേറെ രീതിയിൽ PbNO3 നെ നമുക്ക് വേണമെങ്കിൽ ഇൻസോലുബിൾ ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ Na2SO4 ആയിട്ട് വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. അതായത് സോഡിയം സൾഫേറ്റ്. അപ്പോഴും എന്ത് തന്നെയാണ്? PbSO4 തന്നെയാണ് ഉണ്ടാകുന്നത്. പ്ലസ് എന്താ? പ്ലസ് ഇവിടെ ഉണ്ടാകുമ്പോൾ NaNO3 ഉണ്ടാവും. NaNO3. ഓക്കെ, ഇത് ഇൻസോലുബിൾ ആണ്. ഇൻസോലുബിൾ സോൾട്ട് ആണ്. ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഇത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇൻസോലുബിൾ സോൾട്ട് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അത് താഴോട്ട് കാണിക്കാം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മള് ഇതിനകത്തെ ഈ റിയാക്ഷൻ, അതായത് ഈ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്തില്ല, എന്റർടൈൻ ചെയ്യാറില്ല. നമ്മൾ ഈ റിയാക്ഷൻ ആണ് യൂഷ്വലി എന്ത് ചെയ്യുന്നത്, ലെഡ് സൾഫേറ്റ് ഉണ്ടാക്കാനായിട്ട് വരുന്നത്. അത് ചിലപ്പോൾ റീസൺ ആയിട്ട് പരീക്ഷയിൽ ചോദിക്കാം കേട്ടോ. അപ്പം അത് നോട്ട് എന്ന് പറഞ്ഞ് എഴുതുക. നോട്ട് എന്ന് പറഞ്ഞ് എഴുതുക. എഴുതുന്നത് ഇങ്ങനെയാണ്: adding dilute H2SO4 to PbCO3 in order to prepare PbSO4 is an impractical method because an insoluble crust of lead sulfate is formed on lead carbonate which prevents further reaction. ഈ റിയാക്ഷൻ അല്ല കേട്ടോ, ഞാൻ അത് ഏത് റിയാക്ഷൻ എന്ന് പറയാം. നമ്മളിപ്പോ മോളിൽ തന്നെ വട്ടോട്ട് റിയാക്ഷൻ അല്ല, ആ റിയാക്ഷൻ അല്ല ഞാൻ പറഞ്ഞുതരാം. അതിന് മോളിൽ നടക്കുന്ന റിയാക്ഷൻ പറഞ്ഞുതരാം.
എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മള് PbCO3-ക്കകത്ത് ആദ്യം എന്താണ് ആഡ് ചെയ്തത്? PbSO4 ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം HNO3 ആഡ് ചെയ്തിട്ട് അതിനെ PbNO3 ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തത്. ശരിയല്ലേ? പ്ലസ് എത്ര? H2O പ്ലസ് CO2 ഉണ്ടായി അല്ലേ? ശരിയല്ലേ? എന്നിട്ട് ഈ PbNO3-ക്കകത്താണ് നമ്മൾ എന്താ ആഡ് ചെയ്തത്? നമ്മൾ വീണ്ടും എന്താ ആഡ് ചെയ്തു? H2SO4 ആഡ് ചെയ്തു. എന്താണ്? Na2SO4. അതെന്തുകൊണ്ടാണ്? ഈ PbCO3-ക്കകത്ത് ഡയറക്റ്റ് എനിക്ക് വേണമെങ്കിൽ H2SO4 ആഡ് ചെയ്തോ ഇല്ലേ? അപ്പോഴും കണ്ടോ PbSO4 PbSO4 ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ട് ഈ HNO3 ആഡ് ചെയ്തിട്ട് നൈട്രേറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നീട് അതിനകത്ത് H2SO4 ആഡ് ചെയ്യുന്നു? അതിന്റെ റീസൺ ആണ് ഈ പറഞ്ഞത്. മനസ്സിലായോ? നോക്കിയോ, adding H2SO4 directly to എന്താ PbCO3 in order to prepare PbSO4 is an impractical method. കാരണം എന്താ? Because an insoluble crust, അതായത് അപ്പോൾ ഉണ്ടാകുന്ന lead sulfate, അതായത് PbCO3 H2SO4 റിയാക്ട് ചെയ്താൽ PbSO4 തന്നെയാണ് ഉണ്ടാകുന്നത് ഡയറക്ട്ലി. പക്ഷേ ആ സമയത്ത് ഉണ്ടാകുന്ന PbSO4ന്റെ സർഫസിൽ എന്തുണ്ടാകുന്ന അറിയാമോ? ഇൻസോൾബിൾ ക്രസ്റ്റ് ഓഫ് ലെഡ് സൾഫേറ്റ്, അതായത് ഒരു ക്രസ്റ്റ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിതരിപ്പ് ആയിട്ടൊരു സാധനം കാണും. ആ സാധനം എന്ത് ചെയ്യുന്നറിയോ? പിന്നീട് അത് റിയാക്ട് ചെയ്യുന്നതിന് എന്ത് ചെയ്യും? താഴെ. മനസ്സിലായി? അതാണ് അവിടുത്തെ റീസൺ. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അതായത് നമ്മുടെ രണ്ടാമത്തെ റിയാക്ഷൻ, ഈ വട്ടമിട്ട റിയാക്ഷന്റെ കാര്യമല്ല ഈ പറയുന്നത്. ഈ വട്ടമിട്ട റിയാക്ഷന്റെ കാര്യമല്ല ഈ പറയുന്നത്. ആ റിയാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് നമ്മള് ആ റിയാക്ഷനകത്തുണ്ട് എന്തോ Pb ഇതിനകത്തോട്ട് എനിക്ക് വേണമെങ്കിൽ PbCO3-ക്കകത്തോട്ട് ഡയറക്റ്റ് H2SO4 ഒഴിച്ചു കഴിഞ്ഞാൽ PbSO4 ഡയറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഉണ്ടാക്കാതെ ഞാൻ ആദ്യം PbCO3-നെ HNO3 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് PbNO3 ഉണ്ടാക്കി. പിന്നീട് ആ PbNO3-ക്കകത്താണ് നമ്മൾ H2SO4 ആഡ് ചെയ്തിട്ട് PbSO4 ഉണ്ടാക്കി. എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ ആണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർത്ത് വെച്ചേക്കുക. ഡൗട്ട് ഉണ്ടോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് ഡൗട്ട് ഉണ്ടോ? No, sir. ഓക്കെ. ഓക്കെ, ഇനിയും ഒരെണ്ണം കൂടെ എഴുതിക്കോ. PbCl2 ഒരു ഇതും കൂടെ എഴുതിക്കോ. PbCl2 is prepared from insoluble lead oxide or lead carbonate by the same method. എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന അറിയാമോ? ആദ്യം ഈ PbNO3 വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ റിയാക്ഷൻ PbNO3 ട്വൈസിനെ നമ്മൾ HCl-യുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. PbCl2 പ്ലസ് HNO3. ഈ PbCl2 പ്രസിപ്പിറ്റേറ്റ് ഇൻസോൾബിൾ ആണ്. ഇനി അതേപോലെ തന്നെ PbNO3-നെ NO3 ട്വൈസിനെ നമ്മൾ NaCl-യുമായിട്ട് ട്രീറ്റ് ചെയ്താലും അപ്പോഴും ഇത് തന്നെയാണ്. PbCl2 പ്ലസ് എത്രയായിരിക്കും? NaNO3 വരും. അപ്പൊ രണ്ട് കേസിലും ഇത് ഇൻസോൾബിൾ ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ആണുള്ളത് ഓർക്കണം. അത് വരയ്ക്കണ്ട, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. അഭിനവിന് ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. അഭിനവ്? ഇല്ല സർ. ഇനി നമ്മള് ചില സോൾട്ടിന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ കൂടെ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. അതുകൂടെ പഠിച്ചിട്ട് ചാപ്റ്റർ ഇപ്പൊ തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. അപ്പൊ എഴുതിക്കോ, ലബോറട്ടറി പ്രിപ്പറേഷൻ of some salt. അതിൽ ഒന്ന് എന്ന് പറയുന്നത് iron 3 chloride. iron 3 chloride. and iron 3 chloride എന്ന് പറഞ്ഞത് അത് FeCl3 ആയതുകൊണ്ട് അയണിന് രണ്ട് വാലൻസി ഉണ്ട്. Fe2+ ഉണ്ട്, Fe3+ ഉണ്ട്. അപ്പൊ അയൺ 2+ ആണ് കാണിക്കാൻ, അല്ലെങ്കിൽ 3+ ആണ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ പേര് എഴുതുന്ന സമയത്ത് 3 എന്നിങ്ങനെ റോമൻ ലെറ്ററിൽ ന്യൂമറൽസിൽ ഇടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഈ FeCl3യുടെ പ്രിപ്പറേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താ, എങ്ങനെ FeCl3 ഉണ്ടാക്കുക? അപ്പം അത് ഒന്ന് എഴുതി വെച്ചേക്കണം. സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ?
that is direct combination of element. Direct combination of element. ഒന്ന് പഠിച്ചാൽ മതി. അതായത് ഏത് മെത്തേഡ് വെച്ച് FeCl3 പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് റിയാക്ഷൻ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഫോർമുല മാത്രം പഠിച്ചാൽ മതി. നോക്കിയോളൂ, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ആദ്യം അതായത് FeCl3 ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലയോ. എന്താ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ എന്താ Fe പ്ലസ് എത്രയാ Cl2 gives എത്രയാ FeCl3. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് FeCl2 ആയിക്കൂടെ എന്ന് ചോദിക്കും അല്ലേ. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെ ഈ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ബാലൻസ് എഴുതണേ കേട്ടോ. ഇതിങ്ങനെ FeCl2, ഇത് ഡ്രൈ ആണെന്നുള്ള കാര്യം എഴുതുക. അതേപോലെ തന്നെ ഇത് ഹീറ്റഡ് ആണെന്നുള്ള കാര്യം, ഹീറ്റഡ് അയൺ ആണ്, ഹീറ്റഡ് അയൺ ആണ് അവിടെ, ഹീറ്റഡ് അയൺ ആണ്. ഇത് പഠിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും FeCl2 വന്നോട്ടെ, അത് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നതിനനുസരിച്ചാണ്. ഇതിപ്പോ നമ്മൾ ഈ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ Fe-യുടെ 3+ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, കമ്പയർ ചെയ്തുള്ളൂ. അങ്ങനെ അങ്ങ് ഓർത്താൽ മതി. ഇനി അതേപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടിയും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. ഈ FeCl3 എന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു ഡെലിക്കസന്റ് ഈസ് highly delicate. So it is kept dry with the help of fused calcium chloride. ഇത് ഓർത്ത് വെച്ചോണം, കാൽസ്യം ക്ലോറൈഡ്. ഈ കാൽസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാണല്ലോ ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്. അപ്പൊ ആ ഡ്രൈയിങ് ഏജന്റിനകത്ത് സ്റ്റഫ് ചെയ്തായിരിക്കും നമ്മൾ ഈ FeCl3 വെക്കുക. ഡെലിക്കസന്റ് എന്ന് പറഞ്ഞാൽ അറിയോ, പെട്ടെന്ന് വാട്ടറുമായിട്ട് എന്താകും, ഇവ അതായത് ഈർപ്പമായിട്ട് വരെ ചേർന്നങ്ങ് ഇല്ലാതെ റിയാക്ട് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ ഉപ്പേരിയൊക്കെ ഇപ്പൊ ഓണത്തിന് വറുത്തിട്ട് അത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് വെക്കണം അല്ലേ, എന്ത് ചെയ്യും, അത് ഇതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും, അതങ്ങ് നല്ല ക്രിസ്പായിട്ടുള്ള സാധനം എന്തായിട്ട് മാറും. അത് നമ്മൾ പപ്പടം കഴിക്കുന്നവര്, പപ്പടം നോർമൽ വറക്കാത്ത പപ്പടം കഴിക്കുന്നത്, മനസ്സിലായോ? അല്ലെ പപ്പടം തന്നെ വറുത്തിട്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് കറുമുറാന്നിരിക്കുന്നില്ല ഇല്ലേ, അതിങ്ങനെ നല്ല എന്താ സോഫ്റ്റ് ആയിട്ട് മാറും. അതാണോ? ഓക്കെ, അപ്പം എന്താണ് ഇത്, ഡ്രൈയിങ് ഏജന്റ് ആണ്, ഡ്രൈയിങ് ഏജന്റ് ആണ്. രണ്ടാമത് സിങ്ക് സൾഫേറ്റ്. അവനെ നമ്മള് വൈറ്റ് വിട്രിയോൾ എന്ന് പറയും കേട്ടോ. വൈറ്റ് വിട്രിയോൾ. ഒന്നും ചെയ്യണ്ട, സിങ്ക് എടുക്കുക, ഡയറക്റ്റ് കോമ്പിനേഷൻ അല്ലേ, സിങ്ക് എടുക്കുക. എന്താ സംഭവിക്കുക, ഇവരുടെ ഡയറക്റ്റ് കോമ്പിനേഷൻ, ഇവര് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം ഇവര് നമുക്ക് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവര് ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വെച്ചിട്ടാണ് ഇവരുണ്ടാകുന്നത്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അതേപോലെ തന്നെ റിയാക്ഷൻ എന്ന് പറയുന്നത് Zn plus H2SO4 gives എന്താ, ZnSO4 plus H2 ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇവോൾവ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഈ സിങ്ക് സൾഫേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ they are white needle shaped crystals. They are of hydrated അല്ലെങ്കിൽ they are മാറ്റിയിട്ട് white എന്നായിട്ട്, the white comma they are മാറ്റിയിട്ട് dark, the white comma needle shaped crystals of hydrated zinc sulfate.
sulfate. Sulfate is known as blue vitriol. Sorry, blue vitriol അല്ല, white vitriol. Sorry. Blue vitriol വേറെ ഉണ്ട്, white vitriol. ഇതെന്താണെന്നറിയാമോ? ഈ ഹൈഡ്രേറ്റഡ് സിങ്ക് സൾഫേറ്റും സിങ്ക് സൾഫേറ്റും രണ്ടാ. നിങ്ങൾ ആലോചിച്ചോണം. ശരിക്കും ആ റിയാക്ഷൻ നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ് പഠിപ്പിക്കാറുള്ളത്. ഈ ഉണ്ടായ സിങ്ക് സൾഫേറ്റിനെ ഉണ്ടല്ലോ നമ്മൾ വാട്ടറുമായിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യും. അതായത് അത് റിയാക്ഷൻ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് എഴുതാം. അതായത് ഈ കിട്ടിയ ZnSO4നെ നമ്മൾ 7H2O വാട്ടറുമായിട്ട് അതായത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ ക്രിസ്റ്റലൈസ് ചെയ്യും. ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനത്തിനെയാണ് നമ്മൾ ഹൈഡ്രേറ്റഡ് ZnSO4 ഡോട്ട് 7H2O എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഹൈഡ്രേറ്റഡ് സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രേറ്റഡ് സിങ്ക് സൾഫേറ്റ്. ഈ ഹൈഡ്രേറ്റഡ് സിങ്ക് സൾഫേറ്റിനെയാണ് നമ്മൾ വൈറ്റ് വിട്രിയോൾ എന്ന് പറയുന്നത്. ഇതിനെ വൈറ്റ് വിട്രിയോൾ എന്ന് പറയുന്നത്. ഇത് വെറും സിങ്ക് സൾഫേറ്റാണ്. അതിനകത്ത് വാട്ടർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ക്രിസ്റ്റലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ കൽക്കണ്ട പോലെ ഇരിക്കും. നീഡിൽ ഷേപ്പ് ആയിട്ടുള്ള നിങ്ങൾ കണ്ടില്ലേ, മറ്റേ കാശ്മീരിലും അവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകി വരുമ്പോൾ ഐസ് കട്ടായപ്പോൾ ഇങ്ങനെ നീഡിൽ ഷേപ്പിലായിട്ടുള്ള ഒരു കമ്പ് പോലെ ഇങ്ങനെ തൂങ്ങുന്നത്, അതേപോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വൈറ്റ് വിട്രിയോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഹൈഡ്രേറ്റഡ് സാധനം ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? അവിടെയും ഹൈഡ്രേറ്റഡ് ഉണ്ട്. എവിടാ നമുക്ക് മോളും FeCl3ക്കും ഹൈഡ്രേറ്റഡ് ഉണ്ട്. അതിന് FeCl3.6H2O എന്നാണ് പറയാം. ഓക്കെ ആണല്ലോ? ഇത് എഴുതണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഏതാണെന്നറിയാമോ? അടുത്തത് അയൺ സൾഫേറ്റ്, അയൺ 2 സൾഫേറ്റ്. എഴുതിക്കോ, അയൺ 2 സൾഫേറ്റ്. കണ്ടോ, സൾഫേറ്റുമായിട്ട് ചേർന്നപ്പോൾ അയണിന്റെ 2 വാലൻസി ആയി ചേർന്നു അല്ലേ? ഇനി ഇവിടെ പ്രിപ്പയർ ചെയ്യാനാണെന്നറിയോ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ എന്ത് തന്നെയാണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതെന്താണ്? നമ്മൾ Fe-നെ H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? H2 ഇരുന്ന പൊസിഷനിൽ Fe വരും, ഡിസ്പ്ലേസ്മെന്റ് ആയി FeSO4 ആവും. പ്ലസ് എത്രയാണ്? പ്ലസ് H. കണ്ടോ, ഇതാണ് പഠിക്കുന്നത്. ഇനി വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രേറ്റഡ് ആക്കാം. ഹൈഡ്രേറ്റഡ് ആക്കുമ്പോൾ എന്താ? അതിനെ ഗ്രീൻ വിട്രിയോൾ എന്ന് പറയും. കേട്ടോ? അതായത് അത് വേണമെങ്കിൽ ചുമ്മാ എഴുതാം. FeSO4 പ്ലസ് എത്രയാ? 7H2 ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? FeSO4.7H2 ആയിട്ട് മാറും. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നതാണ് ഹൈഡ്രേറ്റഡ് അയൺ സൾഫേറ്റ് അഥവാ ഗ്രീൻ വിട്രിയോൾ എന്ന് പറയും. ഓക്കെ ആണല്ലോ? അടുത്തത് ലെഡ് ക്ലോറൈഡ്. PbCl2. ഇതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഡബിൾ ഡീകമ്പോസിഷൻ. ബ്രാക്കറ്റിൽ പ്രസിപ്പിറ്റേഷൻ നമ്മൾ ഇട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. PbCl2 പ്രസിപ്പിറ്റേറ്റ് ആണ്. അത് ആ ഇക്വേഷൻ തന്നെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ PbNO3 ഉണ്ടാക്കിയായിരുന്നല്ലോ. ആ PbNO3-നകത്ത് കുറച്ച് HCl ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? PbCl2 പ്ലസ് എത്ര? HNO3 ആണ്. ഇത് പ്രസിപ്പിറ്റേറ്റ് ആണ്. ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്തിട്ട് ഇവിടെ 2H കൊടുക്കണം. അതേപോലെ ഇവിടെ 2H കൊടുക്കണം. ഇനി ഇത് വേണമെങ്കിലും പഠിക്കാം. ഈ PbNO3-കകത്ത് നമ്മൾ കുറച്ച് NaCl ഒഴിച്ചാൽ, ഉപ്പ് അക്വസ് NaCl ഒഴിച്ചെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഉണ്ടാകുന്നത്? PbCl2 പ്ലസ് എത്രയാ? പ്ലസ് NaNO3 ഉണ്ടാവും. 2NaNO3.
ഒരു കാര്യം കൂടി എഴുതി വെക്കുക. ലെഡ് ക്ലോറൈഡ് dissolves in hot water അതൊന്ന് എഴുതി വെക്കുക. ഒരു കാര്യം കൂടി എഴുതുക. The chlorides of lead Pb എന്ന് എഴുതിയാൽ മതി. Silver Ag, mercury Hg, and the sulfates of Ba, Pb and Ca are also prepared using this method. അടുത്ത സോൾട്ട് കാൽസ്യം കാർബണേറ്റ് CaCO എന്നറിയോ? കാൽസ്യം ക്ലോറൈഡിനകത്തോട്ട് കുറച്ച് സോഡിയം കാർബണേറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അത് ആ റിയാക്ഷൻ മാത്രം പഠിക്കുക. CaCl2 എടുക്കുക, എന്നിട്ട് അതിനകത്ത് കുറച്ച് Na2 സോഡിയം കാർബണേറ്റ് Na2CO3. അപ്പൊ എന്തുണ്ടാകുന്ന അറിയാമോ? CaCO3 പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, പ്ലസ് എത്രയാ? NaCl. ഈ CaCO3 എന്ന് പറഞ്ഞാൽ ഒരു അമോർഫസ് അമോർഫസ് പൗഡർ ആയിരിക്കും. അമോർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്ത വേറെ ഏതെങ്കിലും രീതിയിൽ ചുമ്മാ സാധാരണ ഒക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വട്ടത്തിലായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ക്രിസ്റ്റലായിട്ടായിരിക്കും. ഇതൊരു ഷേപ്പ് ഇല്ലാതെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരു എക്സാമ്പിൾ എന്താ പറയാ, നമ്മള് കടലിലെ മണ്ണ് അല്ലെ, നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ചില കടൽ തീർത്ത മണ്ണ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ വരുന്നത്. അപ്പൊ അത് നമ്മൾ അതിട്ട് ഒരു ഡോട്ട് ഇടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു ഷേപ്പ്, വേറൊരു ഇതാണെങ്കിൽ വേറൊരു ഷേപ്പ്, മനസ്സിലായി? അപ്പൊ അതേപോലെ ഒരു ഫിക്സഡ് ആയിട്ടൊരു ഷേപ്പ് ഒന്നും ഇല്ലാതെ ഏതെങ്കിലും ഒക്കെ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ടൈപ്പ് സാധനത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് അമോർഫസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനിയും അടുത്ത പ്രിപ്പറേഷൻ ഓഫ് ആൻ ആസിഡ് സോൾട്ട് സോഡിയം ബൈകാർബണേറ്റ്. അത് ആസിഡ് സോൾട്ട് ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നോർമൽ സോൾട്ട് ഇല്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൻ ആസിഡ് സോൾട്ട് സോഡിയം ബൈകാർബണേറ്റ് NaHCO3. എന്താ ഒന്നും നോക്കണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതായത് Na2CO3 എടുക്കുക, അതായത് സോഡിയം കാർബണേറ്റ് എടുക്കുക, അതിനകത്ത് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് വാട്ടർ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? NaHCO3 ആയിട്ട് മാറും. ബാലൻസ് ചെയ്യണം, 2 ആണ്. അടുത്ത റിയാക്ഷൻ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. അടുത്ത റിയാക്ഷൻ ന്യൂട്രലൈസേഷൻ. അടുത്ത റിയാക്ഷൻ എഴുതുക, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ.
ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ് കമ്പൈൻസ് വിത്ത് ബേസ് ഫോംസ് എന്താ? സോൾട്ട് ആൻഡ് വാട്ടർ. ഇവിടെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ഇറ്റ് ഈസ് എ പ്രോസസ് by which H plus ions of an acid react completely with the OH minus ions of a base to give salt and water only. അതെന്തോ ഒരു എക്സാമ്പിൾ എഴുതുന്നത്, NaOH പ്ലസ് എത്രയാ? HCl gives എന്താ? NaCl പ്ലസ് എത്ര? H2 ചെയ്യുക. ഇവിടെ ഒരു ടോപ്പിക് പഠിക്കാനുണ്ട്, ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കാനുണ്ട്. അതും കൂടെ ഒന്ന് പഠിച്ചേക്കണേ. ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ എന്താ അറിയാമോ? 1 ഗ്രാം ആസിഡോ അല്ലെങ്കിൽ ബേസോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വിധേയമാകുന്നതിനെയാണ്, ന്യൂട്രലൈസേഷൻ വിധേയമാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്ന ഹീറ്റിനെയാണ് ഹീറ്റ് ഓഫ് എന്താണ് ന്യൂട്രലൈസേഷൻ. എന്താണ്? അതായത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ്. പക്ഷെ എത്ര ഗ്രാം ആണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്? 1 ഗ്രാം. 1 ഗ്രാം ആസിഡോ അല്ലെങ്കിൽ ബേസോ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുക. അപ്പം എഴുതിക്കോ, ഇറ്റ് ഈസ് ദ amount of heat liberated when 1 gram equivalent of an acid 1 gram equivalent of an acid or a base is completely neutralized. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് കോപ്പർ ടു സൾഫേറ്റ്. പ്രിപ്പറേഷൻ ഓഫ് കോപ്പർ ടു സൾഫേറ്റ്. അതിനെ നമ്മൾ ബ്ലൂ വിട്രിയോൾ എന്ന് പറയും. ഏതാ? അതിന്റെ ഹൈഡ്രേറ്റഡ് ഫോമിന് ബ്ലൂ വിട്രിയോൾ. ഈ 7H2O അല്ലെങ്കിൽ 6H2O എന്നൊക്കെ നമ്മൾ പറഞ്ഞു എഴുതിയില്ലേ, അതിന് നമ്മൾ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആണ് പറയുക കേട്ടോ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്ത് എത്ര വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ നിങ്ങൾ ആ ഇക്വേഷനകത്ത് ആ H2O മുമ്പിൽ കിടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കണം. അതായിരിക്കും വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, നമുക്ക് ഇതിന്റെ കേസിലോ പറഞ്ഞില്ല, ഞാൻ അത് പറയാൻ വിട്ടുപോയായിരുന്നു. നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ന്യൂട്രലൈസേഷൻ of insoluble base ആണ്. ന്യൂട്രലൈസേഷൻ ഓഫ് insoluble base. നമുക്ക് എന്താ എടുക്കാൻ പറ്റുക? ഇത് നോക്കിയോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയേജന്റ് ആണ്. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ നോക്കിയോ, അതിന്റെ റിയാക്ഷൻ നമ്മൾ ആദ്യം എന്ത് എടുക്കുമെന്ന് അറിയാമോ? അതാദ്യം നമ്മൾ CuOH എന്താ? കോപ്പർ ഹൈഡ്രോക്സൈഡ് ഇല്ലേ?
CuOH ബേസ് നമ്മൾ എന്ത് ചെയ്യുന്നു പ്ലസ് H2SO4 ട്രീറ്റ് ചെയ്യുന്നു. എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഒബ്വിയസ്ലി CuSO4 പ്ലസ് എത്രയായിരിക്കും H2 ആയിരിക്കും ഉണ്ടാകുന്നത്. ബാലൻസ് ചെയ്തിട്ട് 2 കൊടുത്താൽ മതി, ബാക്കിയുള്ള കറക്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് വേണം ഉപയോഗിക്കാം. CuO പ്ലസ് എത്രയാ H2SO4 ചെയ്താൽ എന്ത് തന്നെയാണ് നടക്കുന്നത്? CuSO4 പ്ലസ് എത്രയാ H2 നടക്കുന്നത്. ഇത് നിങ്ങൾ നോക്കി, ഇതും ഒരു ബേസ് ആണ്, ഇത് ഒരു ആസിഡ് ആണ്, ഇത് ഒരു സോൾട്ട് ആണ്, ഇതൊരു വാട്ടർ ആണ്. ന്യൂട്രലൈസേഷനിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള ബേസിൽ ഇൻസോലുബിൾ ബേസ് ഇത് ഇൻസോലുബിൾ ആണ്, ബേസ് സോലുബിൾ അല്ല അല്ലേ? അപ്പൊ ഇവിടെ നോക്കി, കോപ്പർ ഓക്സൈഡ് ശരിക്കും നെഗറ്റീവ് 2- അയോൺസ് ഫോം ചെയ്യുന്നത് ബേസ് അല്ലേ ഇല്ലേ? അപ്പൊ ഇതും ഒരു ബേസ് അല്ലേ? ഇതും എന്താ? ഇതൊരു ആസിഡ് അല്ലേ? ഇത് സോൾട്ട് ഉണ്ടായില്ലേ? ഇത് വാട്ടർ ഉണ്ടായില്ലേ? ഇതും ഇൻസോലുബിൾ ആയിട്ടുള്ള ബേസ് ആണ്, ഇൻസോലുബിൾ ആണ്, ഇതും ഇൻസോലുബിൾ ആണ്, ഇൻസോലുബിൾ ബേസ് ആണ്. മനസ്സിലായോ? നമ്മള് ഹെഡിങ് അതാ, ഇൻസോലുബിൾ ബേസിനെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സോൾട്ട് ആണ് ആര്? കോപ്പർ സൾഫേറ്റ്. ഇനി വേണമെങ്കിൽ ഒരു ഓറും കൂടെ കൊടുക്കാം, നമുക്ക് ഒരു ഓറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓർ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ CuCO3 കോപ്പർ കാർബണേറ്റിനെ കുറച്ച് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴൊന്നും ഉണ്ടാവും CuSO4 പ്ലസ് കാർബണേറ്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കും, CO2 പൊല്യൂഷൻ അല്ലേ? H2O CO2. ഓക്കെ, ഈ 3 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കോപ്പർ സൾഫേറ്റ് ഉണ്ടാക്കാം. ഇനി ഇതിന്റെ ഹൈഡ്രേറ്റഡ് വേർഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ CuSO4 എടുത്തിട്ട് അതിനകത്ത് 5 വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് അതിനെ ഡിസോൾവ് ചെയ്തിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ CuSO4.5H2 ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്. കൽക്കണ്ട പോലെ, ബ്ലൂ കൽക്കണ്ട പോലെ. അത് നമ്മുടെ ഉപ്പ് ബ്ലൂ ആയിരുന്നെങ്കിലും അത് വരും, പക്ഷെ ഉപ്പിനേക്കാളും കുറച്ചുകൂടെ തരി കാണും. ഉപ്പ് വളരെ പൊടിയുപ്പ് എന്ന് പറഞ്ഞ കല്ലുപ്പ് കണ്ടിട്ടില്ലേ? അത് വരും. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്തെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ചിലപ്പോൾ ചോദിക്കും. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എത്രയാണ്? അത് ഓരോരുത്തർക്കും ചോദിക്കുന്നുണ്ട്, അവിടെ എല്ലാം ചോദിക്കാം. പക്ഷെ അത് നമുക്ക് പഠിക്കാനില്ലാത്തതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ അതും കൂടെ പറയാം, ചിലപ്പോൾ ICC-കാരല്ലേ ചോദിച്ചാൽ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര ആയിരിക്കും? 5 വാട്ടർ മോളിക്യൂളാണ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത്, 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സോൾട്ടിലേക്ക് പോവാണ്, ഇൻസോലുബിൾ സോൾട്ടിലേക്ക്. സോറി, ലാസ്റ്റ് സോഡിയം സൾഫൈഡ് ക്രിസ്റ്റൽസ്, അതായത് ഹൈഡ്രേറ്റഡ് സോഡിയം സൾഫൈഡ് Na2SO4.10H2. അത് എഴുതിക്കോ. പ്രിപ്പറേഷൻ ഓഫ് സോഡിയം സൾഫേറ്റ് ക്രിസ്റ്റൽസ്. ഈ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാലേ നിങ്ങൾ വിചാരിച്ചോണം എന്താ? ഹൈഡ്രേറ്റഡ് ആണെന്നുള്ള കാര്യം ആലോചിച്ചോണം കേട്ടോ. സോഡിയം സൾഫേറ്റ് ക്രിസ്റ്റൽസ് അഥവാ Na2SO4.H2 10H2. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നത്? നമ്മൾ ആദ്യം NaOH എടുക്കും, എന്നിട്ട് അതിനെ H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു ആസിഡ് ബേസ് റിയാക്ഷൻ ആയില്ലേ? ഒബ്വിയസ്ലി സോൾട്ട് വാട്ടർ ഉണ്ടാവും, Na2SO4 പ്ലസ് എത്രയാ? H2O. ഇനി ആ Na2SO4 എടുത്തിട്ടാണ് നമ്മൾ Na2SO4 പ്ലസ് എത്രയാ? 10H2O ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത് Na2SO4.10H2O.
ഇതിന്റെയൊക്കെ പ്രോസസ്സൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്, പക്ഷെ അതൊന്നും പഠിക്കാനില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇതാക്കിയാൽ മതി കേട്ടോ. വേറെ ഒന്നുമില്ല പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യും,